ഓഹരിവണ്ണം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീക്ക് എന്താ പറയുക, വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ആഴ്ച തന്നെയായിരുന്നു നമുക്ക്. പ്രധാന ഒരു കാരണമെന്ന് പറയുന്നത് ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ലാസ്റ്റ് വീക്കിലൊക്കെ ആ ഒരു നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു 0.5 കട്ട് വന്നതിന് ശേഷം വളരെ പോസിറ്റീവായിട്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ ഒരു പരിധി വരെ ഒരു പോസിറ്റീവ് മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും വളരെ വലിയ രീതിയിലുള്ളൊരു സെല്ലിംഗ് ആണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ്, സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും എന്താ പറയുക ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മൾ നമ്പർ ഓഫ് സ്റ്റോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് അപ്സൈഡ് പോകുന്നത്. ഇന്ന് ഏകദേശം ഒരു 1% അടുത്ത് നമുക്ക് സ്മോൾ ക്യാപ്പിൽ ഒരു റാലി കാണാൻ വേണ്ടി സാധിച്ചു, ഇല്ലെങ്കിൽ ഒരു ഇന്നലത്തെ സെല്ലിങ്ങിന് ശേഷം ഒരു റിക്കവറി കാണാൻ വേണ്ടി സാധിച്ചു. ഒത്തിരി സ്റ്റോക്കുകളിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് മൊമെന്റവും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ആ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് കാര്യമായിട്ടുള്ള ഇവന്റ്സ് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സ്വിംഗ് ട്രേഡിങ്ങിന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നും ഇൻഡെക്സിന്റെ ലെവൽസും പരിശോധിക്കാം. ഇത് നിഫ്റ്റി 50യുടെ ഡെയിലി ചാർട്ടാണ്. ഈ ഒരു ചാർട്ടിൽ ഇന്നും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇന്നലെയും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇന്നലെ ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷേ ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു പോസിറ്റീവ് ക്ലോസിങ്ങോട് കൂടി തന്നെ അവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഓൾമോസ്റ്റ് 25,800 എന്ന് പറയുന്ന ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റുള്ളത്. 26,000 ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ലെവലാണ്. അതിന്റെ മുകളിലോട്ട് വേറെ നമുക്കൊരു റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു റൗണ്ട് നമ്പർ 26,000, 26,500 ഒക്കെയാണ് നമ്മൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓവറോൾ ഒരു വീക്ക്ലി ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റം അല്ലെങ്കിൽ ഒരു ബുള്ളിഷ്നെസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ കഴിഞ്ഞ 4 ദിവസവും മാർക്കറ്റ് വോളറ്റൈൽ ആയിരുന്നു. ഇന്നായിരുന്നു ആ ഒരു ഫുൾ മൊമെന്റത്തോടു കൂടി മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നിഫ്റ്റി ബാങ്കും നല്ല പോസിറ്റീവാണ്. ഏകദേശം ഓൾ ടൈം ഹൈ ഇന്ന് ക്രിയേറ്റ് ചെയ്തു. ഒരു സൈഡ് വേസിലായിരുന്നു ഉണ്ടായിരുന്നത്. നിഫ്റ്റി മൂവ് ചെയ്യുന്ന സമയത്തും ബാങ്ക് നിഫ്റ്റി സൈഡ് വേസിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു കട്ടൊക്കെ വന്നത് അല്ലെങ്കിൽ ആ 0.5 കട്ട് വന്നതൊക്കെ ബാങ്ക് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. അത് നമുക്ക് ഓൾറെഡി ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് മാർക്കറ്റിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി സ്മോൾ ക്യാപ്പിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സ്മോൾ ക്യാപ്പ് സൈഡ് വേസിലാണ്. നമ്മൾ ഈ ഒരു ചാർട്ട് നോക്കുവാണെങ്കിൽ ഏകദേശം ആ ജൂണ് നമ്മളെ ഒരു ഇലക്ഷൻ റിസൾട്ടിന് ശേഷം നടത്തിയ ഒരു റാലി മാത്രമാണുള്ളത്. ആ ഒരു സമയം തൊട്ട് ഏകദേശം ആ ഒരു ജൂലൈ ഫസ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇപ്പോൾ ഏകദേശം 20-ാവുന്നു. അതുവരെ മാർക്കറ്റ് ഓവറോൾ ഒരു സൈഡ് വേസ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ മാത്രമാണ് നമുക്ക് മൊമെന്റം കിട്ടുന്നത്. നമ്മുടെ പോർട്ട്ഫോളിയോ ഒന്നും നമ്മൾ വിചാരിച്ച രീതിയിൽ പെർഫോമും ചെയ്യുന്നില്ല. ഏതായാലും ഒരു സൈഡ് വേസിലായിരുന്നത് കൊണ്ട് തന്നെ ഒരു അപ്സൈഡ് ബ്രേക്ക്ഔട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു റാലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു കൺസോൾട്ടേഷന് മുൻപ് ഏകദേശം ഒരു ഫെബ്രുവരി തൊട്ട് ഏകദേശം ഈ ഒരു ജൂൺ ഫസ്റ്റ് വീക്ക് വരെ ഓൾമോസ്റ്റ് ഒരു 121 ദിവസം 82 ദിവസത്തോളം അല്ലെങ്കിൽ 82 ക്യാൻഡിലോളം സൈഡ് വേസിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് നമുക്കൊരു ബ്രേക്ക്ഔട്ട് കിട്ടിയത്. ആ ഒരു ബ്രേക്ക്ഔട്ടിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 10% റാലി നടത്തി. ആ ഒരു റാലിക്ക് ശേഷം വീണ്ടും ഒരു എന്താ പറയുക ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 80 ദിവസം അല്ലെങ്കിൽ 54 ബാർ ആയിട്ട് ഇതൊരു സൈഡ് വേസിലാണുള്ളത്. വരുന്ന ദിവസങ്ങളിൽ നിഫ്റ്റി ആ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ ക്യാപ്പും ബ്രേക്ക്ഔട്ട് തരാനുള്ള സാധ്യത കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം ഇന്ന് പല സ്റ്റോക്കുകളിലും വളരെ നല്ല രീതിയിലുള്ള മൊമെന്റം കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി മിഡ് ക്യാപ്പിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇന്ന് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തില്ല. പക്ഷേ ലാർജ് ക്യാപ്പിനോടൊപ്പം തന്നെ അത്യാവശ്യം സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ബാങ്ക് നിഫ്റ്റി നല്ല ബുള്ളിഷാണ്. നിഫ്റ്റി ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ബുള്ളിഷാണ്. മിഡ് ക്യാപ്പ് കമ്പാരിറ്റീവ്ലി നല്ല ബുള്ളിഷാണ്. നിലവിൽ വീക്ക് എന്ന് പറയാൻ പറ്റുന്നത് നമുക്ക് സ്മോൾ ക്യാപ്പാണ് സ്റ്റിൽ ആ ഒരു സോണിൽ കടന്ന് കറങ്ങുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു സെക്ടറുകളിലെല്ലാം അല്ലെങ്കിൽ ഈ ഒരു ഇൻഡെക്സുകളിലെല്ലാം തന്നെ വളരെ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് വരുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ആഴ്ച നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത 2 സ്റ്റോക്കുകൾ തന്നെയാണ്. ലാസ്റ്റ് വീക്ക് ഈ ഒരു വോൾട്ടാലിറ്റി ഉണ്ടായ സമയത്തൊക്കെ വളരെ സ്ട്രെങ്തോടു കൂടി
ഇപ്പോൾ ഇത് ലാസ്റ്റ് വീക്കാണ്, നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണിത്, ഒറീസ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത്രയും വോളറ്റാലിറ്റിൻ്റെ ഇടയിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് തരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഹൈയും അതിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഒറീസ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്റ്റോക്ക് നിങ്ങൾക്ക് സ്റ്റിൽ കൺസിഡർ ചെയ്യാം. ഒന്നെങ്കിൽ റീടെസ്റ്റ് വരുമ്പോൾ എൻട്രി എടുക്കാം, ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹൈയിൽ എൻട്രി എടുത്ത് ഈ ഒരു ക്യാൻഡലിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഒരു 19% സ്റ്റോപ്പ് ലോസിൽ ഈ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് അമി ഓർഗാനിക്സ് എന്നുള്ളത്. ആ ഒരു സ്റ്റോക്കും മാർക്കറ്റ് ഇത്ര വീക്കായപ്പോഴും വളരെ സ്ട്രോങ്ങോടുകൂടി അല്ലെങ്കിൽ വളരെ സ്ട്രെങ്ത്തോടുകൂടി ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കും എനിക്ക് തോന്നുന്നു വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ഒരു കുറച്ച് നാളത്തേക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രെങ്ത് കാണിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്യുന്ന കാര്യം പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ആഴ്ച കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ ഫുഡ്. ഒരു മന്ത്ലി ചാർട്ടിൽ നമുക്കൊരു റിവേഴ്സൽ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഒരു റിവേഴ്സൽ പോയിന്റ് ഉണ്ടായിരുന്നു, അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നമുക്കൊരു റിവേഴ്സൽ എടുക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ വീക്ക്ലി ചാർട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ പറയുക, ഒരു ലോങ് കൺസോൾട്ടേഷന് ശേഷം ഇവിടെ ഒരു മൊമെൻറ്റം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിന് താഴെ ഒരു 15% സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. കമ്പാരിറ്റീവ്ലി വോളിയം കുറവുള്ള ഒരു സ്റ്റോക്കാണ്, അതുകൂടി നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിന് മുൻപേ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത ആഴ്ച കൺസിഡർ ചെയ്യാനുള്ളത് ടാറ്റ ടെക്കിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിവേഴ്സൽ ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഈ ഒരു സ്റ്റോക്ക് IPO വന്നതിന് ശേഷം താഴോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇവിടെ നമുക്കൊരു എന്താ പറയുക, ഒരു റിവേഴ്സൽ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഏകദേശം 1144 ഇല്ലെങ്കിൽ 1150. അപ്പോൾ ഈ ഒരു സോണിന് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് ഒരു റിവേഴ്സൽ ട്രേഡായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ് ടാറ്റ ടെക്നോളജി എന്ന് പറയുന്ന സ്റ്റോക്സ്. അതേപോലെ തന്നെ ഡാൽമിയ ഭാരത് ഷുഗർ. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിൻ്റെ നമ്മൾ വീക്ക്ലി ചാർട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഷുഗർ സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബൈയിങ് നടക്കുന്നതായിട്ടും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റോക്കിലും റിസ്ക് എടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. ഓൾമോസ്റ്റ് ഒരു 14-15% സ്റ്റോപ്പ് ലോസോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ പെന്നി സ്റ്റോക്ക് ഫോളോ ചെയ്യുന്നവർക്ക് കണ്ട ഒരു സ്റ്റോക്കാണ് NDL. ഏകദേശം 6 രൂപ 50 പൈസ വിലയുള്ളൊരു സ്റ്റോക്കാണ് NDL. ഞാൻ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 2013 നമ്മുടെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തതാണ് ഈ ഒരു ചാർട്ട് പ്രകാരം. ഇനി BSEയിൽ ഇതിന് മുൻപേ ലിസ്റ്റഡ് ആണോ എന്നറിയില്ല. ഇത് NSEയുടെ ചാർട്ടാണ്. എനിവേ, അപ്പം അത് തൊട്ട് ഈ ഒരു കാലയളവ് തൊട്ട് മൊത്തം ഇതൊരു സൈഡ് വേസ് ആയിരുന്നു. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ വോളിയം നോക്കുകയാണെന്നുണ്ടെങ്കിലും റീസെൻ്റ്ലി കുറച്ചൊരു വോളിയം ആക്ടിവിറ്റി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതൊരിക്കലും ഒരു അക്യുമുലേഷൻ ആണെന്നോ ഇല്ലെങ്കിൽ വലിയ ആൾക്കാർ ബൈ ചെയ്യുന്നതാണോ എന്നുള്ളൊരു ചിന്തയൊന്നും എനിക്കില്ല. ബട്ട് കമ്പാരിറ്റീവ്ലി വോളിയം ആക്ടിവിറ്റി കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ലെവൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആസ് യൂഷ്വൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ബ്രേക്ക് ഔട്ട് എൻട്രി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലെവലിന് മുകളിലൊക്കെ കൺസിഡർ ചെയ്യാം. ഓൾമോസ്റ്റ് 35% ഇതിനുള്ളിൽ നമ്മൾ മന്ത്ലി ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് SL വരും. നമ്മൾ വീണ്ടും വീക്ക്ലിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15% നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. ഈ ഒരു ഹൈക്ക് മുകളിൽ, ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈക്ക് മുകളിൽ നിങ്ങൾക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഈ ഒരു സോണിന് മുകളിൽ, ഈ ഒരു സോണിന് താഴെ സ്റ്റോപ്പ് ലോസ് ഇടാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള പെന്നി സ്റ്റോക്കുകളാവുമ്പം LC ഇല്ലെങ്കിൽ ലോവർ സർക്യൂട്ട് അപ്പർ സർക്യൂട്ട് ഒക്കെ അടിക്കുന്ന സ്റ്റോക്കുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിലൊരു വലിയൊരു എമൗണ്ട് ഒന്നും ഇടരുത്. വളരെ ചെറിയൊരു എമൗണ്ട്, ഒരു രസത്തിന് ലോട്ടറി എടുക്കുന്ന പോലെയൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പം ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞിട്ടുള്ള ഒന്ന് അമി ഓർഗാനിക്സും ഒറീസ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും. അതല്ലാതെ നമ്മൾ പറഞ്ഞത് ഡാൽമിയ ഭാരത് ഷുഗർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു NDL പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ടാറ്റ ടെക് റിവേഴ്സൽ ട്രേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
അതേപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ഫുഡ്, ഓക്കെ, HNT ഫുഡ്. ഈ ഒരു 4 സ്റ്റോക്കുകളാണ് ഈ ആഴ്ച പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് വീക്ക് പറഞ്ഞ 2 സ്റ്റോക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇത് വീണ്ടും ഞാൻ പറയുന്നത് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു ലൈവ് ട്രേഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ വളരെ മോശമാണ്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോസ് അല്ലെങ്കിൽ എല്ലാ സൺഡേയും നമ്മൾ ഒരേ ലെവലിലുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് റെഗുലറായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനും ഇത് വർക്കൗട്ട് ആകും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി നിങ്ങൾക്ക് സ്വന്തം പഠിക്കാനും വേണ്ടി സാധിക്കും. അതാണ് നമ്മളുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തോട്ട് ഇതൊരു ലൈവ് ട്രേഡ് നിങ്ങൾ ചെയ്ത് ആ ഒരു രീതിയിലോട്ട് പോകാതിരിക്കുക. സ്പെഷ്യലി ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ ഞാൻ പറഞ്ഞു അത്ര ഫേവറബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് തിരിച്ച് കയറി എന്നുണ്ടെങ്കിലും വരുന്ന ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നല്ലത്. നമ്മൾ വളരെ ചെറിയ രീതിയിൽ പൊസിഷൻസ് ഒക്കെ എടുത്ത് ശ്രമിക്കും. ഇപ്പോൾ 10 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്കൊക്കെ ചെറിയ രീതിയിൽ ബൈ ചെയ്ത് നമ്മൾ ശ്രമിച്ച് നോക്കും. നല്ല രീതിയിൽ വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന ട്രേഡുകളിൽ എന്ത് ചെയ്യും, നമ്മുടെ പൊസിഷൻ സൈസിങ് കൂട്ടും. അല്ലാതെ ഒറ്റയടിക്ക് ചാടി കയറി മുഴുവൻ എമൗണ്ട് ഒന്നും ഇട്ടതൊന്നും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.